എല്ലാവർക്കും ആസ്പിർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിൽ തകർത്തഭിനയിച്ച ക്രൈം ത്രില്ലർ മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. തിയേറ്ററുകളിൽ നിന്നും മികച്ചൊരു വിജയം നേടിയെടുത്ത ഈയൊരു സിനിമ മാർച്ച് 20 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പ്രാവിൻകൂടി ഷാപ്പ് എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫും സോബിൻ സാഹിറും തകർത്തഭിനയിച്ച ത്രില്ലർ മൂവിയാണ് പ്രാവിൻകൂടി ഷാപ്പ്. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയ ഈയൊരു ചിത്രം ഏപ്രിൽ 11 സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഡ്രാഗൺ എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. പ്രദീപ് രംഗനാഥൻ നായകനായി എത്തി തകർത്തഭിനയിച്ച കോമഡി റൊമാന്റിക് മൂവിയാണ് ഡ്രാഗൺ. തിയേറ്ററുകളിൽ നിന്നും മികച്ചൊരു വിജയം നേടിയെടുത്ത ഈ മൂവി മാർച്ച് 21 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം 3 എന്ന കൊറിയൻ സർവൈവൽ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ്. ആദ്യത്തെ 2 സീസണും മികച്ച വിജയം നേടിയെടുത്ത ഈ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ ജൂൺ 27 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. പവീഷും അനിക സുരേന്ദ്രനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ റൊമാന്റിക് കോമഡി മൂവിയാണ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം. ബോക്സ് ഓഫീസിൽ ഡിസപ്പോയിന്റായി മാറിയ ഈ ചിത്രം മാർച്ച് 21 ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് സ്കൈഫോഴ്സ് എന്ന ബോളിവുഡ് മൂവിയെക്കുറിച്ചാണ്. അക്ഷയ് കുമാറും വീർ പഹാരിയും പ്രധാന റോളുകളിലെത്തിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് സ്കൈഫോഴ്സ്. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയ ഈ ചിത്രം മാർച്ച് 21 പ്രൈം വീഡിയോ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.